ആളുകൾ ഇങ്ങോട്ട് കടന്നിരിക്കുന്നു. മന്ത്രിസ്ഥാനം കിട്ടാൻ അടിയുണ്ടോ എന്നാണ്. അധികാരത്തിന് വേണ്ടി ഇങ്ങനെ വൃത്തികെട്ട വിധത്തിൽ ഇങ്ങനെ കടിപിടി കൂടുന്ന ഒരു വികസിത രാജ്യങ്ങൾക്ക് പോലും ആർജിക്കാൻ വേണ്ടി കഴിയാത്ത സാമ്പത്തിക വളർച്ചയിലേക്കും വികസിത രാജ്യങ്ങൾക്ക് സമാനമായിട്ടുള്ള ജീവിത നിലവാരത്തിലേക്കും ജനങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു മൂന്നാം സർക്കാർ തുടർച്ചയുണ്ടാവണം. ആ തുടർച്ചയുണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് PK പ്രവീണിനെ വിജയിപ്പിക്കണം. അതിന് ഈ നാടിന്റെ വികസന തുടർച്ചയ്ക്ക് ഈ നാടാകെ ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. സഖാവ് PK പ്രവീണിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ചുകൊണ്ട് ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇവിടെ KK രാഗേഷ് സൂചിപ്പിച്ചതുപോലെ സമാനതകളില്ലാത്ത വികസനവുമായിട്ട് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 10 വർഷം പിന്നിട്ടപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ വയനാടിലെ ക്ഷേമം മുന്നോട്ട് പോകുമ്പോൾ അത് നടപ്പാക്കരുത്, അതിനെതിരെ കോടതിയിൽ പോയി പലതരം ശിക്ഷകളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു മുന്നണി, അതാണ് UDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന PK പ്രവീൺ അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് ഈ നിയോജകമണ്ഡലത്തിലെയും നാട്ടിന്റെയും അംശമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം വയ്ക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് ശ്രീ KP മോഹനേട്ടൻ MLA പനോളി മത്സരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയാണ് ഞാൻ മത്സരിക്കുന്നത്. എന്റെ ചിഹ്നം റാന്തൽ ചിഹ്നമാണ്. നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്നെ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയെ നിയമസഭയിൽ എത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സദാനന്ദൻ ബിജു, KP മോഹനൻ MLA, KP ചന്ദ്രൻ മാസ്റ്റർ, P ദിനേശ്.
Thank you.